ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഇത്തിരി പൂവേ കുരുന്നുപൂവേ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ച് ഇരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. മഴയത്ത് തണുത്തു വിറച്ചിരിക്കുന്ന പക്ഷി, പക്ഷിയെ സ്നേഹത്തോടെ നോക്കുന്ന കുട്ടി, മനോഹരമായ മരച്ചില്ലകളും പച്ചപ്പും, മഴവെള്ളം മണ്ണിൽ മറയുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും? അപ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത്, അല്ലേ? അപ്പോൾ ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണ്ണെന്നും പച്ചപ്പാൽ നിറഞ്ഞു നിൽക്കാൻ സ്വപ്നം കാണുന്നു. പുഴകളും അരുവികളും വറ്റാതെ ഒഴുകാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യർ മലിനമാക്കാത്ത നല്ലൊരു നാളെയെ മണ്ണ് സ്വപ്നം കാണുന്നു. പക്ഷികളും മൃഗങ്ങളും സമാധാനത്തോടെ ജീവിക്കുന്നത് മണ്ണ് കാണാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് മണ്ണിൻ്റെ സ്വപ്നം. മണ്ണിൻ്റെ കിനാവുകൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ സ്വപ്നങ്ങൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മുക്കുറ്റിപ്പൂക്കൾ സ്വർണ്ണവെയിൽ കൊണ്ട് മണ്ണിൽ വിരിയുന്നു. തുമ്പപ്പൂക്കൾ രാത്രിയിലെ നല്ല നിലാവെളിച്ചം കുടിച്ചു നിൽക്കുന്നു. ജമന്തിപ്പൂക്കൾ സന്ധ്യാസമയത്തെ ചുവപ്പ് നിറം മുഴുവൻ ആവാഹിച്ചെടുക്കുന്നു. ഈ ചെറുപൂക്കളെല്ലാം പ്രകൃതിക്ക് വലിയ ഭംഗി നൽകുന്നു. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിയുന്ന കോളാമ്പിപ്പൂക്കൾ മഞ്ഞ നക്ഷത്രങ്ങൾ പോലെയാണ്. ചെളിയിലും മണ്ണിലും വിരിയുന്ന പനിനീർ പൂക്കൾ എപ്പോഴും മനോഹരമായിരിക്കുന്നു. ഈ പൂക്കൾ തങ്ങളുടെ നല്ല സുഗന്ധം കാറ്റിലേക്ക് പരത്തുന്നു. പ്രകൃതിയെ ഒരുപോലെ ആകർഷകമാക്കാൻ ഇവ സഹായിക്കുന്നു. രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിയും വാടാമലരുകൾ. കുരുക്കുത്തിമുല്ലകൾ രാത്രിയുടെ മക്കളെന്ന പോലെ ഇരുട്ടിൽ വിരിയുന്നു. ചെന്താമരപ്പൂക്കൾ രാജകീയ പ്രൗഢിയോടെ ജലാശയങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു. ഭൂമി ദേവി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോലെ വാടാമല്ലിപ്പൂക്കൾ കാണപ്പെടുന്നു. ഈ വരികൾ പ്രകൃതിയുടെ മാറ്റില്ലാത്ത സൗന്ദര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. പൂക്കളെത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. ഈ ഭൂമിയിൽ ദിവസവും എത്രയോ പൂക്കളാണ് ജനിക്കുന്നത്. നീലാകാശത്തെ നോക്കി നിൽക്കുന്ന അവ കണ്ണീർ തുള്ളികൾ കൊണ്ട് മാല തീർക്കുന്നു. ഏതു കടുത്ത ചൂടിലും വാടാതെ നിൽക്കാൻ അവ ശ്രമിക്കുന്നു. എത്ര വലിയ ഇരുട്ടിലും അവ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ചുരുക്കത്തിൽ പൂക്കൾ എന്നാൽ മണ്ണിൻ്റെ മനോഹരമായ സ്വപ്നങ്ങളും ഭൂമിയിലെ ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളങ്ങളുമാണ്. ഇത് എഴുതിയിരിക്കുന്നത് പി മധുസൂദനനാണ്, അദ്ദേഹത്തിൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതയിൽ നിന്ന്. ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി ഒന്നോ രണ്ടോ തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. കവിതയിലെ പൂക്കൾ മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പി, പനിനീർ പൂവ്, കുരുക്കുത്തിമുല്ല, ചെന്താമര, വാടാമലര് അല്ലെങ്കിൽ വാടാമല്ലി. ഇതൊക്കെയാണ് ഇതിൻ്റെ ചിത്രങ്ങളാണ് വരച്ചു ചേർക്കേണ്ടത്. നോട്ട് പുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് നിറയെ
പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന ഈ പൂക്കൾക്ക് പുറമേ നോട്ട്ബുക്കിലെ 1-2 പേജിൽ നിറയെ പൂക്കളുടെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറൂ. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിന് പൂവിൻ്റെ പേരിടണം. കവിതയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പൂക്കളുണ്ടല്ലോ, അവയുടെ പേരാണ് ഇടേണ്ടത്. എന്നിട്ട് കവിതയിൽ ആ പൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വരികൾ എഴുതണം. അതുപോലെ തന്നെ അവയുടെ സവിശേഷതകളും എഴുതണം. മുക്കുറ്റിപ്പൂവ് സവിശേഷതകൾ. കവിതയിൽ ആദ്യം പറയുന്ന ചെറിയ മഞ്ഞപ്പൂവാണിത്. നിലത്ത് പടർന്നു വളരുന്ന ഒരു ഔഷധ സസ്യമാണ്. കേരളത്തിലെ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഇത്. രണ്ടാമത്തേത് തുമ്പപ്പൂവ്. സവിശേഷതകൾ: വളരെ ചെറിയ വെളുത്ത നിറമുള്ള പൂക്കളാണ്. ഓണപ്പൂക്കളിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നു. പ്രകൃതിയിൽ വളരെ എളുപ്പത്തിൽ കണ്ടുവരുന്നതും ഔഷധ ഗുണമുള്ളതുമാണ്. മൂന്നാമത്തേത് ജമന്തി. മഞ്ഞ, ഓറഞ്ച്, വെള്ള തുടങ്ങി പല നിറങ്ങളിൽ കാണപ്പെടുന്ന മനോഹരമായ പൂവാണ്. പൂന്തോട്ടങ്ങൾക്ക് ഭംഗി കൂട്ടാൻ ഇവ ധാരാളമായി വളർത്തുന്നു. ഓണക്കാലത്ത് പൂക്കളം ഒരുക്കാൻ ഈ പൂക്കൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് കോളാമ്പിയാണ്. മഞ്ഞ നിറത്തിൽ കോളാമ്പിയുടെ ആകൃതിയിലുള്ള പൂവാണിത്. സാധാരണയായി വീട്ടുവേലികളിലും പൂന്തോട്ടങ്ങളിലും പടർന്നു വളരുന്നു. വർഷം മുഴുവൻ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂച്ചെടിയാണിത്. പനിനീർമലർ അല്ലെങ്കിൽ റോസാപ്പൂവ്. വളരെ സുഗന്ധമുള്ളതും പല നിറങ്ങളിൽ കാണപ്പെടുന്നതുമായ പൂവാണ്. പൂക്കളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. സമ്മാനങ്ങൾ നൽകാനും പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാനും ഇവ ഉപയോഗിക്കുന്നു. ചെന്താമര. ജലാശയങ്ങളിൽ വളരുന്ന മനോഹരമായ ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറമുള്ള പൂവാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് താമര. ഇതിൻ്റെ ഇലകളും പൂക്കളും വളരെ വലുപ്പമുള്ളതാണ്. കുരുക്കുത്തിമുല്ല. നല്ല മണമുള്ള ഒരു ചെറിയ വെളുത്ത പൂവാണിത്. ഇത് സാധാരണയായി രാത്രിയിലാണ് വിരിയുന്നത്. സ്ത്രീകൾ മുടിയിൽ ചൂടാൻ ഈ പൂവ് ഉപയോഗിക്കുന്നു. വാടാമല്ലി. ഇത് വയലറ്റ്, പിങ്ക്, വെള്ള നിറങ്ങളിൽ കാണപ്പെടുന്നു. പറിച്ചെടുത്താലും വളരെ കാലം വാടാതെ നിൽക്കുന്ന പൂവാണിത്. ഓണപ്പൂക്കളം മനോഹരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്ന പൂക്കളും അവയുടെ സവിശേഷതകളും. ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏതു പൂവിനെ കുറിച്ചാണ്? ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. മുക്കുറ്റി. വരികൾ: പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. 2 പൂത്തുമ്പ. പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ. ജമന്തി. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. കോളാമ്പി. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. പനിനീർമലര്. കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചോറ്റിനില്ലും പനിനീർമലരുകൾ. ചെന്താമര. രാജമുദ്രയണിഞ്ഞ ചെന്താമരകൾ. കുരുക്കുത്തിമുല്ലകൾ. രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ. വാടാമലരുകൾ. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിയും വാടാമലരുകൾ. പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ. പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. പൂക്കൾ നമ്മുടെ ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളാണ്. അവ ഭൂമിയിലെ ജീവനുള്ള എല്ലാ കാര്യങ്ങൾക്കും സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു. പ്രകൃതിക്ക് ഭംഗി കൂട്ടുന്നവയാണ് പൂക്കൾ. പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശത്തിൻ്റെ ഭംഗിയുണ്ട്. മഞ്ഞുതുള്ളികളാകുന്ന മാലയണിഞ്ഞ് അവ പ്രകൃതിയെ മനോഹരമാക്കുന്നു. കഠിനമായ വെയിലിലും ചൂടിലും വാടിപ്പോകാതെ അവ തലയുയർത്തി നിൽക്കുന്നു. ഏതിരുട്ടിലും കഷ്ടപ്പാടിലും പുഞ്ചിരിയോടെ നിൽക്കാൻ പൂക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന സന്ദേശമാണ് പൂക്കൾ മനുഷ്യർക്ക് നൽകുന്നത്. ആസ്വാദനക്കുറിപ്പിലേക്ക്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. മനോപടം പൂർത്തിയാക്കാനുള്ള ചില പോയിന്റുകൾ ഏതൊക്കെയാണ്? കവിതയെക്കുറിച്ച്, അതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ,
പ്രധാന ആശയങ്ങൾ, അതുപോലെ തന്നെ സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും, സമാന ആശയമുള്ള മറ്റ് കവിതകളിലെ വരികൾ, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തി എഴുതേണ്ടത്. മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നല്ലൊരു പേര് നൽകുമല്ലോ. കവിതയുടെ പേര് മധ്യത്തിലാണ് എഴുതേണ്ടത്. മണ്ണിൻ്റെ കിനാവുകൾ. ഇനി കവിയെക്കുറിച്ച് മുകളിൽ എഴുതേണ്ടതാണ്. പി മധുസൂദനൻ, കുട്ടികൾക്കായി ലളിതവും മനോഹരവുമായ കവിതകൾ എഴുതുന്ന പ്രശസ്തനായ കവി. മൂന്നാമത്തേത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതാനാണ്. വലതുഭാഗത്ത് മുകളിലായിട്ട് പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പിന്നെ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. ഇനി ഇതിലെ പ്രധാന ആശയങ്ങൾ വലതുഭാഗത്ത് താഴെയായിട്ട് എഴുതേണ്ടതാണ്. പൂക്കൾ ഈ ഭൂമിയുടെ മനോഹരമായ സ്വപ്നങ്ങളാണ്. കഠിനമായ വെയിലിലും ചൂടിലും അവ വാടാതെ തലയുയർത്തി നിൽക്കുന്നു. ഏതിരുട്ടിലും കഷ്ടപ്പാടിലും പുഞ്ചിരിയോടെ ഇരിക്കാൻ പൂക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിക്ക് ഭംഗിയും എല്ലാ ജീവജാലങ്ങൾക്കും പ്രതീക്ഷയും നൽകുന്നവയാണ് പൂക്കൾ. ഇനി അഞ്ചാമത്തേത് സവിശേഷമായ പദങ്ങളും പ്രയോഗങ്ങളും. ഓമൽ കിനാവുകൾ, നീർക്കണങ്ങൾ, മന്ദഹസിപ്പവർ, പ്രേമപ്രതീക്ഷകൾ. ആറാമത്തേതാണ് സമാനാശയമുള്ള മറ്റു കവിതകളിലെ വരികൾ. ഇടതുഭാഗത്ത് മുകളിൽ എഴുതേണ്ടതാണ്. പൂവേ ചെറുപൂവേ ചൊല്ലൂ ചൊല്ലൂ, ആരു തന്നു നിനക്കീ കുപ്പായം. കുഞ്ഞുണ്ണി മാഷിൻ്റെ പൂക്കളെക്കുറിച്ചുള്ള ലളിതമായ വരികളാണ്. ആസ്വാദനക്കുറിപ്പ് മണ്ണിൻ്റെ കിനാവുകൾ. ആദ്യം ആമുഖമാണ്. പ്രശസ്ത കവിയായ പി മധുസൂദനൻ എഴുതിയ മനോഹരമായ ഒരു കുട്ടിക്കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പ്രകൃതിയിലെ പൂക്കളുടെ ഭംഗിയെക്കുറിച്ചും അവ നൽകുന്ന നല്ല സന്ദേശങ്ങളെക്കുറിച്ചും ഈ കവിതയിൽ വളരെ ലളിതമായി പറയുന്നു. കവിതയുടെ ആശയം. പൂക്കൾ ഈ ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളാണ്. അവ പ്രകൃതിക്ക് ഭംഗി കൂട്ടുക മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രത്യാശയും സന്തോഷവും നൽകുകയും ചെയ്യുന്നു. കഠിനമായ വെയിലും ചൂടും ഉണ്ടായാലും വാടിപ്പോകാതെ തലയുയർത്തി നിൽക്കാൻ പൂക്കൾക്ക് കഴിയുന്നുണ്ട്. രാത്രിയിലെ കടും ഇരുട്ടിലും അവ മനോഹരമായി പുഞ്ചിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട വരികൾ: പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. ഇതിൻ്റെ സന്ദേശം: ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വരുമ്പോൾ തളർന്നു പോകാതെ എപ്പോഴും പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും നേരിടണം എന്ന വലിയ പാഠമാണ് പൂക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കവിതയാണിത്. ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. മലർമാല കോർക്കാം. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. ഒന്നാമത്തെ കവിത കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാണ്. പൂവേ ചെറുപൂവേ ചൊല്ലൂ ചൊല്ലൂ, ആരു തന്നു നിനക്കീ കുപ്പായം. മണ്ണിൽ നിന്നും കിട്ടിയതാണോ വിണ്ണിൽ നിന്നും വീണതാണോ, തയ്യൽക്കാരൻ തുന്നിയതാണോ താനേ വന്ന് മൂടിയതാണോ. രണ്ടാമത്തെ കവിത എന്ന് പറയുന്നത് പാലാ നാരായണൻ നായർ എഴുതിയതാണ്. പൂത്തു നിൽക്കും ചെത്തിപ്പൂവേ നിന്നെ കണ്ടാൽ എന്തു ഭംഗി, പച്ചപ്പട്ടു തുന്നിയെടുത്തോർക്കൊക്കെയും കൺകുളിർപ്പൂ ഭംഗി. മൂന്നാമത്തേത് തുമ്പപ്പൂവേ തുമ്പപ്പൂവേ തുമ്പിച്ചിരി തൂകും പൂവേ, ഓണപ്പൂക്കളം തീർക്കാൻ നീയോ ഓടി വന്നു വിരിഞ്ഞുവല്ലോ. ഈ കവിത നിങ്ങളുടെ പാഠപുസ്തകത്തിലെ മണ്ണിലെ കിനാവുകൾ എന്ന കവിത എഴുതിയ പി മധുസൂദനൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഒരു കവിത നോക്കാം. ഒരു തൈ നടാം. ഈ കവിതാഭാഗം വായിക്കൂ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. എഴുതിയിരിക്കുന്നത് സുഗതകുമാരി ടീച്ചറാണ്.
കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സുഗതകുമാരിയുടെ ഒരു തൈ നടാമെന്ന കവിതയുടെ പ്രധാന ആശയങ്ങളാണ്. തൈകൾ നടുന്നത് ആർക്കൊക്കെ വേണ്ടിയാണ്? അമ്മയ്ക്കു വേണ്ടി. അമ്മ എന്നുദ്ദേശിക്കുന്നത് ഭൂമി മലയാളത്തിനു വേണ്ടി, കൊച്ചുമക്കൾക്കു വേണ്ടി, വരും തലമുറയ്ക്കായി, 100 കിളികൾക്കു വേണ്ടി, പക്ഷികളുടെ ജീവനും പാർപ്പിടത്തിനുമായി, നല്ല നാളേക്ക് വേണ്ടി, സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാൻ. മരങ്ങളുടെ ഉപകാരങ്ങൾ: നമുക്ക് ശ്വസിക്കാൻ പ്രാണവായു നൽകുന്നു, ഭൂമിയിൽ നല്ല മഴ പെയ്യാൻ സഹായിക്കുന്നു, നമുക്ക് നല്ല തണലും മധുരമുള്ള പഴങ്ങളും തരുന്നു. ചുരുക്കം: ഭൂമിയെയും പ്രകൃതിയെയും രക്ഷിക്കാൻ നമ്മളെല്ലാവരും മരങ്ങൾ നടണം എന്ന ലളിതമായ സന്ദേശമാണ് കവയിത്രി ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്നത്. അവസാനം ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ഈ ഉത്തരം എഴുതാം. ഒരു തൈ നടുന്നതിലൂടെ ലഭിക്കുന്ന നന്മകളെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. അവ താഴെ പറയുന്നവയാണ്. ആർക്കു വേണ്ടി നടുന്നു? അമ്മയ്ക്കും കൊച്ചുമക്കൾക്കും കിളികൾക്കും നല്ല നാളേക്കും വേണ്ടി. എന്തിനു വേണ്ടി നടുന്നു? പ്രാണവായു, മഴ, തണൽ, ഭംഗി, തേൻപഴങ്ങൾ എന്നിവ ലഭിക്കാൻ വേണ്ടി. ചുരുക്കത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം മരങ്ങൾ നടണം എന്നാണ് കവിത പറയുന്നത്. വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു. കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാവും? ഈ ലേഖനം വായിക്കൂ. കാട്ടിലെ മഴ. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. കാട്ടിൽ കന്നിമഴ പെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മഴ പെയ്തു, അതാണ് കന്നിമഴ. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റിവരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച. തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ്. അപ്പോൾ കടുത്ത വേനലിൽ നീർച്ചാലുകളെല്ലാം വറ്റിവരണ്ടു, പുഴ നന്നേ മെലിഞ്ഞു, പച്ചപ്പുള്ളതെല്ലാം വിളർച്ച ബാധിച്ചു, അതായത് ഉണങ്ങി തുടങ്ങി. അതുപോലെ തന്നെ തീ പിടിച്ച കുന്നുകൾക്ക് കരിവാളിപ്പും ബാധിച്ചു. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല, മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച്. അപ്പോൾ ഈ സംഭവിച്ച മാറ്റങ്ങൾ വേറെ ആരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും അതുപോലെ തന്നെ മണ്ണട്ടകളും മാത്രമേ ഇത് ശ്രദ്ധിച്ചുള്ളൂ. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. അപ്പോൾ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടത്തെ പോലെ മഴമേഘങ്ങൾ പെട്ടെന്ന് വന്നു നിറഞ്ഞു. കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി. കൊമ്പുകളെ പിടിച്ചുകുലുക്കി കാറ്റു കടന്നുപോയപ്പോൾ അറിഞ്ഞു, എവിടെയോ പെയ്യുന്നുണ്ട്. കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളുമെത്തി. മഴയുടെ ശബ്ദം ആദ്യം കേട്ടപ്പോൾ അത് കരിയിലകൾ ഇങ്ങനെ കലപില കൂട്ടുന്നതാണെന്ന് കരുതി. പക്ഷെ കൊമ്പുകളെയൊക്കെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നുപോയപ്പോൾ അറിഞ്ഞു, എവിടെയോ മഴ പെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാം വരവിൽ കാറ്റിൽ ആദ്യ മഴത്തുള്ളികളും എത്തി. ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു. പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ, അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളിവിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്തെ കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ആദ്യം മഴ പെയ്തപ്പോൾ ഇലകളെല്ലാം ഇങ്ങനെ പ്രതിരോധിച്ചു. പിന്നെ ആ ഇലയുടെ പ്രതിരോധം കഴിഞ്ഞപ്പോൾ മഴത്തുള്ളികളെല്ലാം കാട്ടിലേക്ക് ഇങ്ങനെ പെയ്തിറങ്ങി, അല്ലേ? ഇരുള് വീണു തുടങ്ങിയ കാട്ടിൽ ഒളിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഏറെ പണിപ്പെട്ടു. അങ്ങനെ പുഴയോരത്തുള്ള പാറക്കെട്ടുകൾക്കിടയിലുള്ള വലിയ ഒരു ഗുഹ, അതിനുള്ളിൽ ചുള്ളിവിറകുകൾ തീ കൊടുത്ത് കാഞ്ഞിരുന്നപ്പോഴാണ് പുറത്ത് കാറ്റ് ഒരുപാട് പേ പിടിച്ചതുപോലെ വീശുന്നത്. എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്ന ശബ്ദം, മൃഗങ്ങളുടെ അപായ സൂചനകൾ, ചിഹ്നം വിളികൾ, കനത്ത കാലടികൾ, കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു. മണ്ണട്ടകൾ എപ്പോഴോ പാട്ടു നിർത്തി. അപായ സൂചനകളില്ല, ചിഹ്നം വിളികളില്ല, കാൽ പെരുമാറ്റങ്ങളില്ല. കാറ്റിൻ്റെ അലർച്ചയും. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ കാറ്റും അതിനോടൊപ്പം ഉണ്ട്, അല്ലേ? അപ്പോൾ എവിടെയൊക്കെയോ മരങ്ങൾ ഒടിയുന്നതിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ മൃഗങ്ങളുടെ അപായ സൂചനകൾ, പിന്നെ ചിഹ്നം വിളികൾ, കനത്ത കാലടികൾ, അങ്ങനെ ഭയങ്കര ബഹളം. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് മഴ നന്നായി പെയ്യുന്നുണ്ട്. ഇപ്പോൾ മണ്ണട്ടകൾ പാട്ടുപാടുന്നില്ല, അതുപോലെ തന്നെ
മൃഗങ്ങളുടെ അപായ സൂചനകളില്ല, ചിഹ്നം വിളികളില്ല, കാൽപ്പെരുമാറ്റങ്ങളില്ല. മഴ കൂടി അല്ലേ? ഇപ്പോൾ ഉള്ളത് ആകെ കാറ്റിൻ്റെ അലർച്ചയും അതുപോലെ തന്നെ മഴയുടെ മുരൾച്ചയും മാത്രം. പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു. പുഴയുടെ നിറം തുടുത്തു. കുന്നിലും മേട്ടിലും നിന്നായി 100 നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ പുഴയ്ക്ക് ജീവനില്ലായിരുന്നു അല്ലേ? മഴ പെയ്യാതെ. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ജീവൻ വെച്ചു. പുഴയുടെ നിറം തുടുത്തു. പിന്നെ കുന്നിൽ നിന്നും അതുപോലെ തന്നെ മേട്ടിൽ നിന്നുമൊക്കെ 100 നീർച്ചാലുകൾ പുഴയിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട്. ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുദിച്ചതോടെ കാഴ്ചകളുമായി. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം. നിലാനിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങുകളുടെ അലങ്കാരവും. ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. മഴയ്ക്ക് മുമ്പേ നിലാവ് പെയ്തു തീർന്നു. മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി. പുലർന്നതോടെ വർണ്ണങ്ങളും. അപ്പോൾ മഴയ്ക്ക് മുമ്പേ തന്നെ നിലാവ് പെയ്തു തീർന്നു, അതായത് നിലാവ് അവസാനിച്ചു. മഴയും തീർന്നു. അപ്പോൾ കാടിനും പുഴയ്ക്കുമൊക്കെ അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി. ഇത്രയും നേരം മഴ പെയ്യുന്നത് കൊണ്ട് കാട്ടിലുള്ള ഒരു ജീവിയുടെയും ശബ്ദം കേട്ടിരുന്നില്ല അല്ലേ? മഴ തീർന്ന് ആ ശബ്ദമൊക്കെ നിന്നതോടെ വീണ്ടും കാടിനും പുഴയ്ക്കുമൊക്കെ അവയുടെ ശബ്ദം തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ അവയുടെ വർണ്ണങ്ങളും. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. വിളർച്ച വീണ്ടും പച്ചയാകുന്നു. പച്ചത്തളിരിൻ്റെ ചോപ്പാകുന്നു. അപ്പോൾ കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. അതായത് പുഴയെല്ലാം ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അതിനെ സുന്ദരിയാക്കി. അതുപോലെ തന്നെ കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുതിയ പുൽനാമ്പുകളെല്ലാം കിളിർക്കുന്നു. പിന്നെ പച്ചപ്പ് വീണ്ടും വരുന്നു. അങ്ങനെ കാട്ടിൽ ഒരു യൗവനത്തിൻ്റെ പ്രതീതി. ഈ കഥ എഴുതിയിരിക്കുന്നത് ഇ. സോമനാഥ്. ഇലകളിൽ ചോരുന്ന ആകാശം. കണ്ടെത്താം, പറയാം, എഴുതാം. പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്കു മേഘങ്ങൾ. മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തൂ. അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞവതരിപ്പിക്കൂ. എഴുതി വയ്ക്കുകയും വേണം. ഇതിൽ തന്നിരിക്കുന്ന പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു ഈ വരിയുടെ അർത്ഥം എന്ത്? വേനൽക്കാലത്ത് വറ്റി വരണ്ടുണങ്ങിക്കിടന്നിരുന്ന പുഴയിലേക്ക് മഴ പെയ്തപ്പോൾ വെള്ളം ഒഴുകിയെത്തുകയും പുഴ വീണ്ടും സജീവമാവുകയും ചെയ്തു എന്നാണ്. അടുത്തത് മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മണ്ണിൽ നിറക്കൂട്ടായി. ഇതെന്താണ് വ്യക്തമാക്കുന്നത്? മഴ മാറി ആകാശം തെളിഞ്ഞപ്പോൾ മരങ്ങൾക്കിടയിലൂടെ നിലാവെളിച്ചം താഴേക്ക് പതിച്ചു. ആ വെളിച്ചത്തിൽ കാടും ചെടികളും മിന്നാമിന്നികളും ചേർന്ന് അതീവ മനോഹരമായ ഒരു വർണ്ണക്കാഴ്ചയായി മാറി. മൂന്നാമത് തന്നിരിക്കുന്നത് കുറുമ്പ് കാട്ടുന്ന ആനക്കുട്ടികളെ പോലെ മേഘങ്ങൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആകാശത്ത് പെട്ടെന്ന് കൂട്ടത്തോടെ വട്ടമിട്ട് പറക്കുന്ന കറുത്ത മഴമേഘങ്ങളെ കൂട്ടം തെറ്റി ഓടി നടക്കുന്ന കുസൃതിക്കാരായ ആനക്കുട്ടികളോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇനി പാഠഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടെത്തിയത് ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്യാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ആശയം എന്താണ്? മഴ ശക്തമായപ്പോൾ ഇലകളിൽ തങ്ങി നിന്ന വെള്ളവും ആകാശത്തു നിന്നുള്ള മഴയും കാടും എല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരുപോലെ പെയ്യുന്നതായി തോന്നിപ്പിച്ചു. ഇനി രണ്ടാമത്തേത്, ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. അതിൻ്റെ ആശയം, രാത്രിയിൽ കാട്ടിൽ വെട്ടിമിന്നിയ ശക്തമായ ഇടിമിന്നലിൻ്റെ വെളിച്ചം പുഴവെള്ളത്തിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ അത് പുഴയിൽ വരച്ച ചിത്രങ്ങൾ പോലെ മനോഹരമായി തോന്നി. ഇനി മൂന്നാമത് കണ്ടുപിടിച്ചത്, കരിഞ്ഞുണങ്ങിക്കിടന്ന കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ഉണങ്ങിപ്പോയ കുന്നുകളിൽ മഴ പെയ്തതോടെ പുതിയ പുല്ലുകൾ മുളച്ചു വരികയും പ്രകൃതി വീണ്ടും പച്ചപ്പണിയാൻ തുടങ്ങുകയും ചെയ്തു. മഴയഴക്. മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്നുവെച്ച മുറികൾ, കെട്ടി വെട്ടയേറ്റ കാടുകൾ. എഴുതിയിരിക്കുന്നത് പി. കുഞ്ഞിരാമൻ നായരാണ്.
ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിനു ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ. അപ്പോൾ ആദ്യത്തെ മഴയ്ക്ക് ശേഷം പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ വായിച്ചത് അല്ലേ? ഇനി വേനൽ മഴയ്ക്ക് ശേഷം നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ടായ മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കടുത്ത വേനൽ ചൂടിന് ശേഷമാണ് വേനൽ മഴ പെയ്യുന്നത്. ആദ്യത്തെ മഴത്തുള്ളികൾ മണ്ണിൽ വീഴുമ്പോൾ നല്ല മൺമണം ഉണ്ടായിരുന്നു. ചൂടുമാറി അന്തരീക്ഷം പെട്ടെന്ന് കുളിരുള്ളതാകുന്നു. മഴ പെയ്യുന്നതോടെ വാടി നിന്ന ചെടികളും മരങ്ങളും തളിർക്കാൻ തുടങ്ങുന്നു. ഇലകളിലെ പൊടി മാറി പ്രകൃതിക്ക് നല്ല പച്ചപ്പ് വരുന്നു. ഉണങ്ങിക്കിടന്ന പുല്ലുകൾ വീണ്ടും മുളയ്ക്കുന്നു. കിണറുകളിലും തോടുകളിലും വെള്ളം നിറയുന്നു. പക്ഷികളും മൃഗങ്ങളും ചൂടിൽ നിന്ന് മാറി സന്തോഷത്തോടെ നടക്കുന്നു. ചുരുക്കത്തിൽ വേനൽ മഴ ഭൂമിക്ക് പുതിയ ജീവൻ നൽകുന്നു. ഒറ്റയ്ക്കും കൂട്ടായും ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യൂ. കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതൂ. ഒന്നാമത്തെ വാക്യത്തിൽ ഒളിച്ചിരിക്കാൻ ഒരിടം എന്ന് ഒന്നിലധികം വാക്കുകളായി വിസ്തരിച്ചു പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ അതിനു പകരം ഒളിയിടം എന്ന ഒരൊറ്റ ചുരുക്കവാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. കൂടുതൽ ഉദാഹരണങ്ങൾ. മഴ പെയ്യുന്ന കാലം, അതിനെ മഴക്കാലം എന്ന ഒറ്റ വാക്കിൽ പറയാം. ഇടിമിന്നൽ ഉണ്ടാക്കുന്ന ചരടുകൾ, ഇടിമിന്നൽ ചരടുകൾ. ആനയുടെ കുട്ടി, ആനക്കുട്ടി. പുല്ലിൻ്റെ നാമ്പ്, പുൽനാമ്പ്. വെട്ടിയിട്ട കാടുകൾ, വെട്ടുകാടുകൾ. മിണ്ടിയും പറഞ്ഞു. കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും? എഴുതി നോക്കൂ. കാട്. ഹാവൂ, എന്തൊരു കുളിർമ! എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു മഴയെ. മഴ. സാരമില്ല കൂട്ടുകാരാ, നിന്റെ ചൂട് മാറ്റാനാണ് ഞാൻ വേഗം വന്നത്. കാട്. നീ വന്നപ്പോൾ എൻ്റെ മരങ്ങളെല്ലാം തളിർത്തു. എങ്ങും നല്ല പച്ചപ്പായി. മഴ. നിന്റെ ഈ സന്തോഷം കാണാനാണ് എനിക്കും ഇഷ്ടം. കാട്. വളരെ നന്ദി പ്രിയ സുഹൃത്തേ, നീ എനിക്ക് പുതിയ ജീവൻ തന്നു. നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിക്കാം. ഡെയ്സി ചെടി. നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ഒരു സുന്ദരമായ വീടിനു മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡെയ്സി ചെടി ഉണ്ടായിരുന്നു. നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂ വിടർന്നു. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ്. പുല്ലിനിടയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡെയ്സി ചിന്തിച്ചില്ല. സംതൃപ്തിയോടെ അവൾ സൂര്യന് അഭിമുഖം നിന്നു. അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു. അപ്പോൾ നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള വഴിവക്കത്തുള്ള ഒരു സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. അവിടെയാണ് ഡെയ്സി ചെടി ഉള്ളത്. അങ്ങനെ ഡെയ്സി ചെടിയിൽ ഒരു പൂ വിടർന്നു. എങ്ങനെയാണ്? നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള ഒരു പൂവാണ്. ഈ ചെടി നിൽക്കുന്നത് ഒരു പുല്ലിനിടയിലാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെയാണ് ഡെയ്സി ചെടി സംതൃപ്തിയോടെ ആ പൂ വിരിയിച്ച് അവിടെ നിന്നിരുന്നത്. പൂ വിചാരിച്ചു, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തലയുയർത്തി നിൽക്കുന്നു. വേലിക്ക് സമീപമുള്ള ഡെയ്സിയെ ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഡെയ്സി പൂ വിരിഞ്ഞു നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ആ പൂ വിചാരിക്കുന്നത്, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നുണ്ട്. കാറ്റ് എന്നെ ഉമ്മ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്നാണ്. അതുപോലെ തന്നെ തോട്ടത്തിലെ പല ചെടികളും വളരെ അഹന്തയോടെ, അഹങ്കാരത്തോടെയാണ് തലയുയർത്തി നിൽക്കുന്നത്. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. അതായത് മണം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. പിന്നെ നിറമുള്ളവയും വലിപ്പമുള്ളവയും ഒക്കെ തമ്മിൽ മത്സരിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കാനായിട്ട് തല ഉയർത്തിയാണ് നിൽക്കുന്നത്.
പക്ഷേ ഡെയ്സി പൂവിനെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. അത് പറന്നു വന്നത് ഡെയ്സിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ്. വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു. എന്നിട്ട് സ്വയം പറഞ്ഞു, എന്തു മാർദ്ദവമുള്ള പുല്ല്, സ്വർണ്ണ ഹൃദയവും വെള്ളിയുടുപ്പും ഉള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്. ഡെയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു, പാട്ടുപാടി, എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു. അപ്പോൾ ഒരു വാനമ്പാടിയാണ് പുല്ലിൽ വന്ന് ഇങ്ങനെ പാട്ടുപാടി നൃത്തം ചെയ്തത്. എന്നിട്ട് ഡെയ്സി പൂവിനെ കണ്ടപ്പോൾ അതിനെ പുകഴ്ത്തി പറയുകയാണ്, സ്വർണ്ണ ഹൃദയവും അതുപോലെ തന്നെ വെള്ളിയുടുപ്പുമുള്ള മനോഹരമായ ഒരു കൊച്ചുപൂവ് എന്ന്. സ്വർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ നടുക്ക് മഞ്ഞ കളറാണ് അല്ലേ? അതുപോലെ തന്നെ ചുറ്റും വെള്ളയുടുപ്പ്, വെള്ള നിറവുമുണ്ട്. അങ്ങനെയുള്ള ഒരു കൊച്ചു പൂവ് എന്ന് പറഞ്ഞിട്ട് ആ പൂവിനൊരു ഉമ്മ കൊടുത്തപ്പോൾ ഡെയ്സി പൂവിന് വളരെ സന്തോഷമായി. ഇതെല്ലാം ചെയ്ത് വാനമ്പാടി ആകാശത്തേക്ക് പറന്നുപോയി. പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി. മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡെയ്സിക്ക് സന്തോഷം തോന്നി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി. രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. അപ്പോൾ വാനമ്പാടി ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റു പൂവുകൾക്ക് അവളോട് ദേഷ്യവും അതുപോലെ തന്നെ അസൂയവും ഒക്കെ വന്നു അല്ലേ? പക്ഷേ ഡെയ്സി അവൾക്ക് കിട്ടിയ കാര്യങ്ങളിലെല്ലാം സന്തോഷവതിയാണ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകളൊക്കെ മടക്കി ഉറക്കമായി. പിന്നെ രാത്രി അവൾ സ്വപ്നം കണ്ടത് സൂര്യനെയും അതുപോലെ വാനമ്പാടിയെയും ഒക്കെ ആയിരുന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു. അതിന് കാരണവുമുണ്ടായിരുന്നു. ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി. സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ച വയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി. അപ്പോൾ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വീണ്ടും പക്ഷിയുടെ പാട്ട് കേട്ടു. പക്ഷേ ആരോ ആ പക്ഷിയെ പിടിച്ച് കൂട്ടിൽ ആക്കിയിരുന്നു. ഡെയ്സി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു. സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. തനിക്കതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി. ആ സമയം 2 ആൺകുട്ടികൾ അവിടെ എത്തി. അവർ ഡെയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡെയ്സി കിളിയുടെ കൂട്ടിലെത്തി. കിളി കൂട്ടിൽ അകപ്പെട്ടപ്പോൾ ഡെയ്സി ചെടി പരിസരത്തിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഭംഗിയും ഒക്കെ മറന്ന് ആ ഒരു പക്ഷിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു, സങ്കടപ്പെട്ടു അല്ലേ? അപ്പോൾ ആ സമയത്ത് 2 ആൺകുട്ടികൾ അവിടെ വന്ന് ഡെയ്സിക്ക് ചുറ്റുമുള്ള മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ പുൽത്തകിടിയോടൊപ്പം തന്നെ ഡെയ്സിയും ആ കിളിയുടെ കൂട്ടിലെത്തി. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓർത്ത് കരഞ്ഞ് ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചുപൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ച ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കിളി അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് ഓർത്ത് അതിൻ്റെ ചിറകൊക്കെ ഇരുമ്പഴികളിൽ ഇങ്ങനെ അടിക്കുകയാണ്. കൊച്ചുപൂവിനാവട്ടെ സംസാരിക്കാനും കഴിവില്ല. അപ്പോൾ കിളിയെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. വാനമ്പാടി കരഞ്ഞു പറഞ്ഞു. ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി. എന്നിട്ട് ഡെയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു, പാവം പൂവേ, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. കഷ്ടം, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാനിപ്പോൾ അറിയുന്നു. എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഡെയ്സി വിചാരിച്ചു. വൈകുന്നേരമായി. എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല. ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു. അതിൻ്റെ പാട്ട് വിലാപമായി മാറി. തല പൂവിന് നേരെ ചാഞ്ഞു. ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല.
അപ്പോൾ കിളിയെ കൂട്ടിലാക്കി പോയവർ കിളിക്ക് വെള്ളമൊന്നും കൊടുത്തില്ല അല്ലേ? ദാഹിച്ച് വലഞ്ഞ കിളി അങ്ങനെ കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് കിളി ഡെയ്സി പൂവിനെയും കണ്ടത്. കിളിയുടെ കൂട്ടിലായതിനാൽ ഡെയ്സി പൂവിന് കഴിഞ്ഞ ദിവസം ഉറങ്ങിയതുപോലെ സുഖമായി അതിൻ്റെ ഇതളുകൾ മടക്കി ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴിയുണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല. അപ്പോൾ വെള്ളം കിട്ടാതെ പക്ഷി മരിച്ചു അല്ലേ? ആ മരിച്ചു കിടക്കുന്ന കിളിയെ പിറ്റേ ദിവസം 2 കുട്ടികൾ ഒരു ശവക്കുഴി ഉണ്ടാക്കി അതിൻ്റെ ശവസംസ്കാരമെല്ലാം നടത്തി. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ചിട്ടാണ് സംസ്കരിച്ചത്. അതുപോലെ തന്നെ പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം തന്നെ അവർ ആ ഒരു നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ആ ഡെയ്സി ചെടി ആ പക്ഷിയെ സ്നേഹിച്ചു, അതിനെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ പൂവിനെ ആരും ശ്രദ്ധിച്ചില്ല. ഈ കഥ ആൻഡേഴ്സൺ കഥകൾ എന്നതിൽ നിന്നാണ്. ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് എ. വിജയനാണ്. കഥയോടൊപ്പം കഥ 1-2 തവണ മൗനമായി വായിക്കൂ. പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കൂ. വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണിങ്ങനെ പറഞ്ഞത്? ഏത് സന്ദർഭത്തിൽ? ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം? എഴുതി നോക്കൂ. ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട്. കണ്ടെത്തി അവയെക്കുറിച്ചും എഴുതൂ. ആരാണ് പറഞ്ഞത്? കൂട്ടിലടയ്ക്കപ്പെട്ട വാനമ്പാടി പക്ഷി ഡെയ്സി പൂവിനോടാണിത് പറഞ്ഞത്. സന്ദർഭം എപ്പോഴാണ്? വാനമ്പാടിയെ ആരോ പിടിച്ച് കൂട്ടിലടച്ചു. ആ കൂട്ടിലേക്ക് കുട്ടികൾ ഡെയ്സി പൂവും പുല്ലും വെച്ചു കൊടുത്തപ്പോഴാണ് പക്ഷി ഇങ്ങനെ പറഞ്ഞത്. ആശയം: സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പക്ഷിയുടെ മുന്നിലുള്ള ചെറിയ ലോകം ഇപ്പോൾ ആ കൂട്ടിലെ പുല്ലും ഡെയ്സി പൂവുമാണ്. വലിയ ലോകത്തിന് പകരമായി അവയെ കാണാൻ പക്ഷി ശ്രമിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും പരസ്പരം സ്നേഹിക്കാനും ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി പാഠഭാഗത്തു നിന്നുള്ള മറ്റ് പ്രധാന വാക്യങ്ങളും ആശയങ്ങളുമാണ്. എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റെനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്, തോട്ടത്തിലെ വലിയ പൂക്കൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഡെയ്സി പൂവ് സങ്കടപ്പെട്ടില്ല. പ്രകൃതി തനിക്ക് തന്ന സൂര്യപ്രകാശത്തിലും തണുത്ത കാറ്റിലും അത് സന്തോഷം കണ്ടെത്തി. അടുത്തത്, എന്ത് മാർദ്ദവമുള്ള പുല്ല്! സ്വർണ്ണഹൃദയവും വെള്ളിക്കുപ്പായവുമുള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്! ഇതിൻ്റെ ആശയം, വാനമ്പാടി പക്ഷി ഡെയ്സി പൂവിൻ്റെ ആത്മാർത്ഥമായ ഭംഗിയെ തിരിച്ചറിഞ്ഞ് അതിനെ സ്നേഹത്തോടെ പ്രശംസിക്കുന്ന സന്ദർഭമാണിത്. പ്രകൃതി പാഠങ്ങൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൻ്റെ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കും. ലഘു ഉപന്യാസം അതിൻ്റെ ആമുഖമാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. നമ്മെ ജീവിക്കാൻ സഹായിക്കുന്നതും സന്തോഷം തരുന്നതും പ്രകൃതിയാണ്. മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി എന്നീ പാഠങ്ങൾ പ്രകൃതിയുടെ പ്രാധാന്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രകൃതിയുടെ ഭംഗിയും നന്മയും. മഴ പെയ്യുമ്പോൾ പ്രകൃതിക്ക് പുതിയ ജീവൻ ലഭിക്കുന്നു. വരണ്ടുണങ്ങിയ മണ്ണും കാടും മഴവെള്ളം വീഴുമ്പോൾ തളിർക്കുകയും സജീവമാവുകയും ചെയ്യുന്നു. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും പരസ്പരം സ്നേഹിച്ചാണ് ജീവിക്കുന്നത്. കൂട്ടിലകപ്പെട്ട വാനമ്പാടിയും ചെറിയ ഡെയ്സി പൂവും തമ്മിലുള്ള സ്നേഹം ഇതിന് ഉദാഹരണമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നു. ഉപസംഹാരം. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല. അതുകൊണ്ട് മരങ്ങളും ചെടികളും നശിപ്പിക്കാതെ നമ്മൾ പ്രകൃതിയെ സ്നേഹത്തോടെ സംരക്ഷിക്കണം. പ്രകൃതിയെ കരുതലോടെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. പദപരിചയമാണ്. അതിദ്രുതം, വളരെ വേഗത്തിൽ. അനുഗ്രഹീത, അനുഗ്രഹം ലഭിച്ചവൾ. അഭിമുഖം, മുഖത്തിനു നേരെ. അറുത്തെടുക്കുക, മുറിച്ചെടുക്കുക. അഹന്ത, അഹങ്കാരം. ആർഭാടം, ആഡംബരം. ഇലച്ചാർത്തുകൾ, ഇലക്കൂട്ടങ്ങൾ.
ഒളിയിടം ഒളിച്ചിരിക്കാനുള്ള സ്ഥലം, ഓമൽ കിനാവ് കൗതുകമുള്ള സ്വപ്നം, കന്നിമഴ ആദ്യത്തെ മഴ, കലവിലാരവം കലവില ശബ്ദം, കുരുത്ത ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന, ചാർത്തുക അലങ്കരിക്കുക അല്ലെങ്കിൽ അണിയുക. ചെന്താരുകൾ ചുവന്ന പൂക്കൾ, ചേറ്റി വിതറി അല്ലെങ്കിൽ പരത്തി, തൂമ ഭംഗി വെളുപ്പ്, നീർക്കണം വെള്ളത്തുള്ളി, നുകർന്ന ആസ്വദിച്ച, നെടുവീർപ്പ് നീണ്ട ശ്വാസം വിടൽ, പകിട്ട് മോടി അല്ലെങ്കിൽ തിളക്കം, പരിഭവം സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം, പാതയോരം വഴിയരിക്, പുൽനാമ്പ് പുല്ലിൻ്റെ മുള, പ്രതിധ്വനി മാറ്റൊലി, പ്രതിരോധിച്ചു തടഞ്ഞു, ബഹുമതി ബഹുമാനം അല്ലെങ്കിൽ ആദരവ്, മഴയിരമ്പം മഴയുടെ ശബ്ദം, മാർദ്ദവം മിനുസം, മിഴി കണ്ണ് അല്ലെങ്കിൽ നേത്രം അല്ലെങ്കിൽ നയനം, മേട് ഉയർന്ന് നിരപ്പായ സ്ഥലം, രാജമുദ്ര രാജാവിൻ്റെ മുദ്ര. ഇവിടെ കിരീടം എന്നാണ് അർത്ഥം. ലാളിക്കുക ഓമനിക്കുക, വാനമ്പാടി മധുരമായി പാടുന്ന ഒരു പക്ഷി, വിലാപം കരച്ചിൽ, സാന്ത്വനം ആശ്വസിപ്പിക്കൽ. ഓക്കെ ഡിയേഴ്സ്, പാഠഭാഗങ്ങൾ എല്ലാം നന്നായി വായിച്ചു മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ചെയ്യണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്